ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു പലഹാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സിമ്പിൾ പലഹാരം എന്ന് പറയുമ്പോൾ വിശാലമായ ഓണ വിഭവങ്ങൾക്ക് മുന്നോടിയായിട്ട് ഞാൻ ഈ സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം ചെയ്യുന്ന ഒരു നാടൻ പലഹാരമാണ്. വൈകുന്നേരം ഒരു 4 മണി പലഹാരമായിട്ടും വേണമെങ്കിൽ കഴിക്കാം. എൻ്റെ വീട്ടിലിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. കാര്യം എനിക്കിത് വലിയ ഇഷ്ടമാണ്. അതായത് കൊഴുക്കട്ട, അരി കൊണ്ടുള്ള കൊഴുക്കട്ട. അപ്പോൾ കൊഴുക്കട്ടാണ്, അരിക്കൊഴുക്കട്ടാണ് ഞാനൊന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും? വളരെ നല്ലതല്ലേ? വളരെ നല്ലതാണ്. ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് ചമ്പാവരി എന്ന് പറയുമ്പോൾ ബോയിൽഡ് റൈസ്, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് പൊതുവേ ചമ്പാവരിയാണ് ഇഷ്ടം, ആഹാരം ചോറുണ്ണാനും ഒക്കെ. പക്ഷേ ഈ അരിക്കൊഴുക്കട്ടയ്ക്ക് ചമ്പാവരിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് നോക്കിക്കോളൂ, അത് വെള്ളത്തിൽ ഒരു 5 to 6 to 8 hours. അപ്പോൾ തലേദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തലേദിവസം കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ടിട്ട് കിടക്കുക. വൈകുന്നേരം ആണെങ്കിൽ രാവിലെ ഇട്ടാലും മതി. 6 മുതൽ 8 മണിക്കൂർ മാക്സിമം കുതിർന്നാൽ മതി. ഇങ്ങനെ കുതിർന്ന അരിയാണിത്. അത് ഞാനിങ്ങനെ വെള്ളത്തിൽ നിന്നും അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ നോക്കിക്കോളൂ, കുറച്ച് കാര്യങ്ങളേ ഇടുള്ളൂ. തേങ്ങ ചിരകിയത് ഒരു 2 കപ്പ്, അത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ജീരകം, ഉപ്പ്. ആദ്യം നമ്മൾ മിക്സിയിൽ വേറൊന്നും ചേർക്കാണ്ട് അരി മാത്രം, കുതിർത്ത അരി ഊറ്റിയെടുത്തത് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് വരും. അത്രയും ആയി കഴിഞ്ഞിട്ട് ജീരകവും തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുന്നു. ചെറിയ ഈർപ്പം ഉണ്ടാവുമല്ലോ, നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചാലും അതുണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കാം. ഇപ്പം ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, കുതിർന്ന അരി പൊടിക്കുന്നു. ഇപ്പം ഇത്രയും പൊടിഞ്ഞു, ഇച്ചിരി കൂടെ ആയിക്കോട്ടെ, കുറച്ചുകൂടി. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജായി, ഏതാണ്ട് തരിതരിപ്പായിട്ട് തരി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് കാണാമോയെന്ന് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം, എന്നിട്ട് തേങ്ങ. നല്ല പച്ച തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഈർപ്പവും കൂടി ഇപ്പം കിട്ടും. തേങ്ങയും ജീരകവും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് തുടങ്ങാം. ഒരല്പം, ആദ്യം ഒരു 1/4 കപ്പ് ഒഴിക്കട്ടെ. നിങ്ങൾക്ക് മെഷർമെൻറ്റ് എത്ര വേണ്ടി വരും എന്ന് പറയാനാണ് ആളെന്ന് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം, 1/2 കപ്പായി. നമ്മൾ ഈ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുന്ന പോലെയാണ്, ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. എന്നാൽ കുറച്ച് അരപ്പ് വേണ്ടതിനനുസരിച്ച് വെള്ളം തളിച്ച് അരയ്ക്കും. പണ്ടൊക്കെ വീടുകളിൽ ആട്ടുകല്ലിലും പിന്നെന്താ പറയുക, ഈ അമ്മിക്കല്ലില്ലേ, അതിലൊക്കെ വെച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അരയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ വെള്ളം അതില്ലാതെ നമ്മൾ അരയ്ക്കുമ്പോൾ തവി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. ഞാൻ ആകെ 1/2 കപ്പ് വാട്ടറാണ് ടോട്ടലായിട്ട് ചേർത്തത്. അപ്പോൾ നമ്മളുടെ അരിയും ചമ്പാവരി, ബ്രൗൺ റൈസ്, തേങ്ങ, പിന്നെന്താ ജീരകം എല്ലാം കൂടി ചേർത്ത് അരച്ച് കൂട്ടുക. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് അരയണം. എന്നാൽ ചെറിയ തരിതരിപ്പായിട്ട് അരയണം, ചെറിയ തരികളുണ്ടാകണം. ചില കട്ടിക്ക് തന്നെ നമുക്ക് വളരെ മിനിമം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കുറച്ച് ഒട്ടും അരയാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇളകി പോകും വെള്ളത്തിലിടുമ്പോൾ. ഇത് കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു മയമുണ്ട്, പിടുത്തം കിട്ടും, ചെറിയ തരിതരിപ്പും ഉണ്ടാകും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. പിന്നെ ഞാനിവിടെ ഒരു 7 കപ്പ് വെള്ളം, ഏകദേശം ഒരു 7 കപ്പ്, 7.5 കപ്പായാലും കുഴപ്പമില്ല. 7 കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് കുറച്ച് വലിയ പാത്രത്തിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കലത്തിലൊക്കെയാണ് വയ്ക്കുന്നത്. ഈ അരി വയ്ക്കുന്ന കലം ഉണ്ടല്ലോ, അതിലാണ് വെള്ളം തിളപ്പിച്ച്, നമ്മൾ ചോറ് വയ്ക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്കാണ്. തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഉരുളകൾ ഉരുട്ടി അതിനകത്തിടും. മാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് തുടങ്ങാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കട്ടെ. പച്ച അരി അരച്ചതാണെങ്കിലും ഒരു കുഴപ്പമില്ല, പച്ച ചുവ ഉണ്ടെങ്കിലും വലിയ ടേസ്റ്റാട്ടോ. ഉപ്പ് കറക്റ്റ്, നോ പ്രോബ്ലം. അപ്പോൾ ഇനി വെള്ളം തിളയ്ക്കുന്നു, നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴാണ് അതിനകത്തുണ്ട്. പിന്നെ റൗണ്ട് ഷേപ്പ് ഓർ 2 ഷേപ്പ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടമായ ഷേപ്പിൽ ചെയ്യും. അപ്പോൾ നാരങ്ങ വലുപ്പത്തിലാണ് റൗണ്ട് ആണെങ്കിൽ. അപ്പോൾ വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിടി കൊഴുക്കട്ടാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ എടുത്തിട്ട് ഉരുളയാണെങ്കിൽ, ഉരുണ്ട റൗണ്ട് കൊഴുക്കട്ടാണെങ്കിൽ ഇങ്ങനെ,
അപ്പോൾ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതല്ല പിടിയാണെങ്കിൽ അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചെറുതാക്കാം. ഇങ്ങനെ എടുത്തിട്ട് പിടി, കൈയുടെ ഒരു പിടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ. ഓക്കേ, ഇതാണ് പിടിക്കൊഴുക്കട്ട. പിടിച്ച് ഇങ്ങനെ ഇടാം. പ്രത്യേകിച്ചൊരു ഡിസൈനിൻ്റെ ആവശ്യമില്ല. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ നോക്കിക്കോളൂ. റൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമ്മളൊരു റൗണ്ട് കൊഴുക്കട്ട. ഇത് ഏത് വേണം അതനുസരിച്ച്. അപ്പോൾ അത്യാവശ്യം അരയണം, ചെറിയ തരിതരിപ്പായിട്ട് അരയണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പിടി വിട്ടുപോകും വെള്ളത്തിലിടുമ്പോൾ, അത്രയും നന്നാവില്ല. ഇത് റൗണ്ട്. അപ്പോൾ ഞാൻ 2 ഷേപ്പിലും ഇടാൻ പോവുകയാണ്. നമുക്ക് 2 ടൈപ്പ് കൊഴുക്കട്ടയും കാണാം. ഇത് പിടി, ഉരുള കുറച്ചുകൂടി ചെറിയ ഉരുളയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്മോളർ ബോൾസ് അതാണെങ്കിൽ ഈ സൈസാണ്. ഈ സൈസിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറുത്. അപ്പോൾ നമ്മൾ 2 ഷേപ്പിലും ഇടുന്നു. ഉരുളകൾ കുറച്ചുകൂടി ചെറുതായിട്ട് ഞാൻ ഇടുന്നു. അപ്പോൾ ഇതിൽ കിടന്ന് വെള്ളത്തിൽ കലങ്ങി പോകുന്നൊന്നും പേടിക്കണ്ട. പക്ഷേ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വേകുമ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം പോലെ, നമ്മൾ അരി വേവിക്കില്ലേ വെള്ളത്തിൽ, അതുപോലെ ആകും. നല്ല കുറുകിയ വെള്ളമായിട്ട് മാറും. അതാണ് നമ്മളുടെ കൊഴുക്കട്ട വെള്ളം. അതും ടേസ്റ്റാണ്. ഈ എന്താ ടേസ്റ്റ് എന്നറിയാം. ഏതാണ്ട് തീരാറായി. ഇനി ഞാൻ കുറച്ച് റൗണ്ട് സ്മോളർ ബോൾസ്. വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കയറിയില്ലേ, അപ്പോൾ ഇച്ചിരി ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. അത് സ്വന്തമായിട്ട് ഇനി നന്നായിട്ട് ആ ഹീറ്റ് പിക്കപ്പ് ആയിക്കോളും. ഓക്കെ, അതിനെക്കുറിച്ച് പറയിടാകണ്ട. പക്ഷേ ഈ സമയത്ത് തവിയിട്ട് ഇളക്കുകയോ ഒന്നും ചെയ്യരുത്, സ്പൂണിട്ട് ഇളക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ജസ്റ്റ് അതിൻ്റെ പാട്ടിന് വിടുക. അവർ സെൽഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് പാകത്തിന് വെന്ത് കിട്ടും. പുറത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് ചെറിയൊരു വോയിസ് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോറി ഫോർ ദാറ്റ്. അപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് വെയിറ്റിംഗ് ടൈം. സുഖമല്ലേ? ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പലഹാരമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ വെള്ളത്തിൽ അരി കുതിരാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന താമസമേ ഉള്ളൂ. അത് പെട്ടെന്നാകും, നമുക്കൊരു ശീലമാണ്, പെട്ടെന്ന് തന്നെ ആകും. ഞാൻ കൈ കൊണ്ട് ഉരുട്ടി ഏത് ഷേപ്പ് ഒന്നും പ്രശ്നമില്ല. കയ്യിൽ നിന്ന് പിടിച്ചങ്ങ് ഇട്ടാൽ മതി. ഒരു പിടിക്ക് ഉരുക്കട്ടെ, അല്ലെങ്കിൽ ഉരുട്ടി ഇടാണെങ്കിൽ അങ്ങനെ. ഇത് നല്ല തിളയ്ക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദൊക്കെ ഇറങ്ങി. സത്യത്തിൽ എനിക്കിതിൻ്റെ വെള്ളമുണ്ടല്ലോ, ഇതിൻ്റെ ആ കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നത് കൊഴുക്കട്ട വെള്ളം, അത് കുടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ സത്തും ഇറങ്ങി ആ സ്വാദ് വേറെയാണ്. ഈ കൊഴുക്കട്ട ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് പഞ്ചസാരയിൽ മുക്കി കഴിക്കും. പക്ഷേ അതിൻ്റെ വെള്ളത്തിൽ ഉപ്പ്, ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർക്കും ആ വെള്ളത്തിൽ. ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഉപ്പുണ്ടാവും, എന്നാലും ഒരല്പം വെള്ളത്തിൽ ഉപ്പും കൂടി ചേർക്കും. അപ്പോൾ ആ കൊഴുത്ത കഞ്ഞിവെള്ളം, അതായത് കൊഴുക്കട്ട വെള്ളം, അതിങ്ങനെ ഗ്ലാസ്സിലാക്കി ഓറഞ്ച് പോലെ കുടിക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തവിയൊന്നും ഇട്ട് ഇളക്കൊന്നും ചെയ്തത്, അത് സെറ്റായി വരണം. അത് വേകണം, നന്നായിട്ട് വേകട്ടെ. അതെ, നന്നായിട്ട് തിളച്ചിങ്ങനെ വെന്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ ചാറ് നോക്കിയേ, ഇതാണ് നമ്മുടെ കൊഴുക്കട്ട വെള്ളം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ സ്വാദം അറിയാം. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുവരെയും ഇളക്കിയില്ല. ഇനി ഞാനൊന്ന് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. റെഡിയായി വരുന്നു. ഇനി കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഇതിൽ നമ്മളിപ്പോൾ അരി വേവിക്കുമ്പോൾ എന്തായാലും ചാറ് കുറുകുമല്ലോ, അതുപോലെ ഇതും ഇങ്ങനെ കുറുകി വരും അതിൻ്റെ ചാറ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർച്ചാണ് ആ വെള്ളത്തിലിങ്ങനെ ഇറങ്ങുന്നത്. അതിൽ ഫ്ലേവേർഡായിട്ടാണ്, കാര്യം ജീരകത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങും. ഇപ്പോൾ നമ്മളുടെ കൊഴുക്കട്ടാതെ നല്ല പാകത്തിന് വെന്തു, ചാറൊക്കെ കുറുകി. ഇനി എന്താ വേണ്ടത്? ഇനി ജസ്റ്റ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റാൻ പോവാണേ, നോക്കിക്കോളൂ. അപ്പോൾ കുറച്ച് നേരമായി കേട്ടോ, ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. ചെറിയതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, ഒരുപാടല്ല. പിന്നെ ഇതിൽ ഇനി ഇതിഷ്ടംപോലെ ചാറുണ്ടാകും, കുറുകിയ ചാറ്. പിന്നെ അത് കുടിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചാറോട് കൂടിയാണ് സത്യത്തിൽ ഇതിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ഇങ്ങനെ ചാറോട് കൂടിയാണ് വരുന്നത്. അത് ഞാൻ ഏത് ഷേപ്പിലാണ് വെച്ചതെന്ന് കണ്ടതാണല്ലോ അല്ലേ, നമ്മുടെ കൈപ്പിടിയുടെ ഷേപ്പിലാണ്. ഞാൻ ബ്ലാക്ക് പാത്രം പ്ലേറ്റ് എടുത്തുവെന്നേ ഉള്ളൂ, ജസ്റ്റ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള ഭംഗിക്ക് ഞാനിങ്ങനെ കാണിക്കുവാണ് ബ്ലാക്ക് പാത്രത്തിൽ. ഇനി ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇത് മാറ്റി വയ്ക്കാൻ പോവാണ്. കാര്യം അതാകുമ്പോൾ നമുക്കിങ്ങനെ ചാറെല്ലാം കറക്റ്റായിട്ട് ഒഴിക്കാനും പറ്റും.
ഇത്രയും കൊഴുക്കട്ട വെള്ളവും ബാക്കിയുണ്ട്. ആലോചിച്ച് നോക്കിയേ, സോ നൈസ്. എനിക്ക് സത്യത്തിൽ കൊഴുക്കട്ടക്കാട്ടിലും ഇഷ്ടം എൻ്റെ വെള്ളമാണ്. കൊഴുക്കട്ട വെള്ളം നല്ല കൊഴുത്ത്. ഈ കൊഴുക്കട്ടയിൽ നിന്നും ഇറങ്ങുന്ന കുറച്ച് അംശങ്ങൾ ചേർന്നാണ് ഇങ്ങനെ നല്ല കുറുക്കിയ ഒരു കൊഴുക്കട്ട വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും, നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് മാത്രം ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളുടെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റായി മാറും. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഴുക്കട്ടയും അരിക്കൊഴുക്കട്ടയും റെഡി. അതൊരു 10, 15, 16 എണ്ണം ഉണ്ട്. 17 എത്ര ഉണ്ടായിരുന്നു? 5, 6, 7, 8, 9, 16. ഓക്കെ. പിന്നെ ഈ ഒരു അളവിൽ നിന്നും ഒരു വീട്ടിൽ ഒരു 4-5 ആൾക്കാർക്ക് സുഖമായിട്ട് കഴിക്കാം. കാര്യം ഇതിൽ 2, 3 കൊഴുക്കട്ട കഴിക്കും. പിന്നെ എന്താ, നല്ലൊരു പോറേജല്ലേ ഇരിക്കുന്നേ, നമ്മുടെ കഞ്ഞി മാതിരി. ഇത് നമ്മുടെ ഓട്സൊക്കെ കാച്ചി കുടിക്കുന്ന പോലെ ഇതൊരു ഗ്ലാസ് എടുക്കുക, കുടിക്കുക. എൻ്റെ ഫേവററ്റാണ് ഇത്. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? കാര്യം ഈ ചമ്പാവരിയിൽ ഉണ്ടാക്കിയ കൊഴുക്കട്ട കിടന്ന് വെന്ത വെള്ളമാണ്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ തേങ്ങയും ജീരകത്തിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ചാറിൽ നമ്മൾ ഉപ്പിട്ടിരുന്നു, മറക്കണ്ട. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിക്കുക, ഒരു 2, 3 കൊഴുക്കട്ടയും കഴിക്കുക. രാവിലത്തെ പ്രാതൽ ഉഗ്രനായിട്ട് തീരും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ കൊഴുക്കട്ട കാണിച്ചു തരാം. അത് ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനൊരു കൊഴുക്കട്ട എടുത്ത് കാണിച്ചു തരാം സെപ്പറേറ്റായിട്ട്. എന്നിട്ട് ഇത് 2ആയിട്ട് ഇങ്ങനെ മുറിക്കാം. ദേ പാകത്തിന് വെന്തിട്ടുണ്ട്, പെർഫെക്റ്റ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യാച്ചാൽ ഇത് പഞ്ചസാരയിൽ മുക്കി കഴിക്കും. എന്നിട്ട് ആ കൊഴുക്കട്ടയുടെ വെള്ളം ഇങ്ങനെ ധാരാളമായിട്ട് കുടിക്കും. പഞ്ചസാര മുക്കിയ ഒരു പീസാണ്. അതൊരു പ്രത്യേക രുചി കേട്ടോ. കാര്യം ഉപ്പ് രസമുള്ള കൊഴുക്കട്ടയാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റും തേങ്ങയുടെ അതിൻ്റെ കൂടെ ഇച്ചിരി മധുരം വരുമ്പോൾ ആ ഒരു മധുരത്തിൻ്റെയും കൂടി മിക്സ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതും കുടിക്കാം. ചുരുങ്ങിയ ചിലവിൽ എളുപ്പത്തിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഇങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ഔട്ട് ചെയ്ത് പഴയ മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയൊക്കെ റെസിപ്പിയാണ്. ഒരു സിമ്പിൾ നാടൻ റെസിപ്പി. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇനിയും പുതിയ വിഭവങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ ലവിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.